KTU 2024 സ്കീമിലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ മോഡ്യൂളിൽ ലൈൻസിൻ്റെ പ്രോബ്ലമാണ് വരിക. ഈ ഒരു മോഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കൂടുതൽ തിയറി ഒന്നും ഉൾപ്പെടുത്താതെയായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. നമുക്ക് നേരെ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. എൻഡ് എ ഓഫ് എ ലൈൻ എ ബി, എൻഡ് എ of a line AB is 16 mm above HP and 20 mm in front of VP, while the other end B is 60 mm above HP and 50 mm in front of VP. If the n projectors are at a distance of 70 mm, find the true length, true inclination and traces of the line. അപ്പോൾ ഈ പ്രോബ്ലം ശരിക്കും ഒന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു ലൈൻ എ ബി ഉണ്ട്, അതിൻ്റെ എ എന്ന് പറയുന്ന എൻഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻഡ് എ 16 mm എബോവ് എച്ച് പി ആണ്, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. വൈൽ ദി അതർ എൻഡ് ബി, അപ്പോൾ ബിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അത് 60 mm എബോവ് എച്ച് പി ആണ്, 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ രണ്ട് എൻഡുകളും കൃത്യമായിട്ട് തന്നു. പിന്നെന്താണ് അടുത്തൊരു ഡാറ്റ തന്നത്? ഇഫ് ദ എൻ പ്രൊജക്റ്റേഴ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 mm. ഈ രണ്ട് എൻഡ് പ്രൊജക്റ്റേഴ്സ്, നമ്മളതിൻ്റെ രണ്ട് എൻ പോയിൻ്റ് വരയ്ക്കുമ്പോൾ ആ എൻ പ്രൊജക്റ്റേഴ്സ് 70 mm ഡിസ്റ്റൻസിലാണ്, അപ്പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ ആൻഡ് ട്രേസസ്. ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഇത് ട്രൂ ലെങ്ത്തിൻ്റെ രണ്ട് എൻഡ് പോയിൻ്റ് ആണോ, അതോ അവ തമ്മിലുള്ള അകലാണോ, അതോ എലിവേഷൻ ആൻഡ് പ്ലാൻ അതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണോ ഈ 70 mm? ഇത്തരം പ്രോബ്ലത്തിലൊക്കെ എലിവേഷൻ ആൻഡ് പ്ലാൻ അതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ് തരിക. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് ദ എൻ പ്രൊജക്റ്റേഴ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 mm എന്നാണ്. അത് മറ്റ് പല രൂപത്തിലും തരാറുണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചില പ്രോബ്ലത്തിൽ കാണാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്റ്റേഴ്സ് പാരലൽ ടു ദ എക്സ് വൈ ലൈൻ. ചിലപ്പോൾ പറയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻ പ്രൊജക്റ്റേഴ്സ് എലോങ് എക്സ് വൈ ലൈൻ. ചിലപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്റ്റേഴ്സ് പാരലൽ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എച്ച് പി ആൻഡ് വി പി, അങ്ങനെയൊക്കെ തരാം. അപ്പോൾ എന്തായാലും രണ്ട് എൻ പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്, അവയ്ക്കിടയിലുള്ള ആ രണ്ട് എൻ പ്രൊജക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലൊന്ന് എഴുതാം. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശീലിക്കുക. ഞാൻ ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ എൻ്റെ എ എന്നുള്ള എ ബി എന്നുള്ള ലൈനാണ്. സോ എ ബി എന്നുള്ള ലൈന്, അതിൻ്റെ എനെ കുറിച്ച്, എ എന്നുള്ള എൻ പോയിൻറ്റിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് 16 mm എബവ് എച്ച് പി. പിന്നെയോ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ എബവ് എച്ച് പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിൻ്റെ മേലെ ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിൻ്റെ താഴെ ആയിരിക്കും. ഈ എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഡാഷുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതുക, എ ഡാഷ് ബി ഡാഷ് എന്നുള്ള രൂപത്തിലാണ് എഴുതുക. വി പിയുമായി ബന്ധപ്പെട്ടത് ഡാഷ് ഇല്ലാത്ത രൂപത്തിലാണ് എഴുതുക. ഇനി ബി എന്നുള്ള പോയിൻറ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ബി എന്നുള്ള പോയിൻറ്റ് 60 mm എബവ് എച്ച് പി. സോ 60 എബവ് എച്ച് പി, അപ്പോൾ അത് മേലെ ആയിരിക്കും. എബവ് എച്ച് പി ആയതുകൊണ്ട് അത് മേലെ ആയിരിക്കും. മാത്രമല്ല അത് ഡാഷുള്ള രൂപത്തിലാണ് കാണിക്കേണ്ടത് അതിൻ്റെ പേര്. പിന്നെ അത് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. വി പിയുമായിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നായതുകൊണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് വി പി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും താഴെയാണ് വരയ്ക്കേണ്ടത്. അത് ഡാഷ് ഇല്ലാത്ത രൂപത്തിലാണ് അതിൻ്റെ പേര് കൊടുക്കേണ്ടത്. ഇനി ഈ രണ്ട് എയും ബിയും തമ്മിലുള്ള എൻ പ്രൊജക്റ്റേഴ്സ് തമ്മിലുള്ള അകലം ദാറ്റ് ഈസ് 70. ഇത്രയും തന്നു. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുകയാണ്. ഒരു ഡിം ലൈനായിട്ട് നമുക്ക് എക്സ് വൈ ലൈൻ വരയ്ക്കാം. ദിസ് ഈസ് ദി എക്സ് വൈ ലൈൻ. നമുക്ക് എക്സ് വൈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാർക്ക് ചെയ്യണേ, എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യണം. ഇതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ വെറും വര മാത്രം വരച്ച് വെച്ചിട്ട് എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യാതിരിക്കരുത്. പിന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഡ്രോയിങ്ങിൽ പെൻസിൽ കൊണ്ട് ചെയ്യുക, പേന കൊണ്ട് ഈ ഡ്രോയിങ്ങിനകത്തൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് വൈ ലൈൻ വരച്ചു. ഇനി എ എന്നുള്ള പോയിൻ്റല്ലേ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്? നോക്കൂ, ഇവിടെ എ എന്നുള്ള പോയിൻറ്റ് 16 എബോവ് എച്ച് പി, 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എബോവ് എച്ച് പി എന്ന് കണ്ടാൽ മുകളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ താഴെ. അപ്പോൾ എ എന്നുള്ള പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 16 എബോവ് എച്ച് പി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് 16
ഇതാ 16 എബോവ് HP ഞാനൊരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തു. 16 എബോവ് HP. എന്നിട്ട് ഒരു ഡിം ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എബോവ് HP ആയതുകൊണ്ട് അത് എ എന്നുള്ള പോയിൻ്റാണ്, എബോവ് HP ആണ്. സ്മാൾ ലെറ്റർ എ ഡാഷ് എന്ന് കൊടുക്കുക. എ ഡാഷ് ഡാഷുള്ള രൂപത്തിലാണ്. എബോവ് HP യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അളവുകളും ഡാഷുള്ള രൂപത്തിലാണ്. എബോവ് HP എന്ന് കണ്ടതുകൊണ്ട് മുകൾ ഭാഗത്തേക്കാണ് വരച്ചത്, XY ആക്സിൻ്റെ മുകൾ ഭാഗത്തേക്ക്. പിന്നെ അത് ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ദിസ് ഈസ് ദാറ്റ് പോയിൻ്റ്. ആൻഡ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിം ലൈനായിട്ട് മാർക്ക് ചെയ്തു. ഇനി അതേ പോയിൻറ്റിനെ കുറിച്ച് പറയുന്നത് 20 ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്, XY ആക്സിൻ്റെ താഴേക്ക്. സോ ഇവിടുന്ന് തന്നെ 20 താഴേക്ക് മാർക്ക് ചെയ്യണം. സോ 20 താഴേക്ക് മാർക്ക് ചെയ്യുക. അതും ഡിം ലൈനായിട്ട് അവിടെ കിട്ടുന്ന ആ പോയിൻറ്റിനെയും നമുക്ക് മാർക്ക് ചെയ്യണം. അത് VP യുമായി ബന്ധപ്പെട്ട അകലായതുകൊണ്ട് ഡാഷ് ഇല്ലാത്ത രൂപത്തിലാണ് എഴുതുക. സോ A എന്ന് എഴുതി. സോ എയും A ഡാഷും. അപ്പോൾ ലൈനിൻ്റെ ഒന്നാമത്തെ എൻഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ എൻഡിനെ കുറിച്ച് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ എൻഡ് 60 എബോവ് HP ആണ്, 50 ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. പക്ഷേ അത് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? ഇവിടെ മാർക്ക് ചെയ്യോ, അതോ ഇവിടെ മാർക്ക് ചെയ്യോ, ഇവിടെ മാർക്ക് ചെയ്യോ, എവിടെ മാർക്ക് ചെയ്യുക? അതിനാണ് അവർ തന്നിരിക്കുന്നത് 70 mm ഡിസ്റ്റൻസ് ഉണ്ട് ഈ ആദ്യത്തെ പോയിൻറ്റും രണ്ടാമത്തെ പോയിൻറ്റും തമ്മിൽ. അവയ്ക്കിടയിൽ 70 mm ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 70 mm ഡിസ്റ്റൻസ് എവിടെ നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒന്നാമത് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ ഈ പ്രൊജക്ടറിൻ്റെ ഇവിടുന്ന് 70 mm അകലത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. 70. ഇനി ഇവിടുന്ന് ഇവിടെയാണ് B എന്നുള്ള പോയിൻ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 60 എബോവ് HP, 60 എബോവ് HP. HPൻ്റെ XY ആക്സിൻ്റെ മേലേക്ക് 60 എടുക്കുക. 60 എബോവ് HP. സോ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇതിപ്പോൾ ഏതാ നമ്മൾ മാർക്ക് ചെയ്യുന്നത്? B എന്നുള്ള പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ HP യുമായിട്ട് ബന്ധപ്പെട്ട അകലായതുകൊണ്ട് നമ്മൾ B ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇനി താഴേക്കോ, ഇൻ ഫ്രണ്ട് ഓഫ് VP യോ? ഇൻ ഫ്രണ്ട് ഓഫ് VP പറഞ്ഞാൽ താഴേക്കല്ലേ, അത് 50 ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 50 താഴേക്ക്. സോ 50 താഴേക്കും മാർക്ക് ചെയ്തു. അത് VP യുമായി ബന്ധപ്പെട്ട അളവായതുകൊണ്ട് നമ്മൾ B എന്ന് മാർക്ക് ചെയ്യും, ഡാഷ് ഇല്ലാത്ത രൂപത്തിൽ. അപ്പോൾ A ഡാഷ് A ഇവിടെ കിട്ടി, B ഡാഷ് B ഇവിടെയും കിട്ടി. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, രണ്ട് എൻ പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവയ്ക്കിടയിലുള്ള അകലം 70 അല്ലേ? രണ്ട് ഇതാണ് ഒരു എൻ പ്രൊജക്ടർ കേട്ടോ. ഈ കാണുന്നതാണ് ഒരു എൻ പ്രൊജക്ടർ, ഇതാണ് അടുത്ത എൻഡ് പ്രൊജക്ടർ. ഈ രണ്ട് എൻ പ്രൊജക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഈ അകലമാണ് 70. അത് 70 അല്ലേ നമ്മൾ എടുത്തത്? ആണ്. 70 ആണ് ഇവയ്ക്കിടയിലുള്ള അകലം. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് വരയ്ക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഇവിടെ ഈ A ഡാഷ് B ഡാഷ് അങ്ങ് മാർക്ക് ചെയ്യുക. അത് തിക്ക് ലൈനായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്, കാരണം അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ലൈനാണത്. സോ ലൈനിൻ്റെ ട്രൂ ലെങ്ത്തും എലിവേഷനും ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ തിക്ക് ലൈനായിട്ട് മാർക്ക് ചെയ്യുക. സോ ദിസ് ഇസ് തിക്ക് ലൈൻ A ഡാഷ് B ഡാഷ്. അതേപോലെ തന്നെ ഇവിടെ AB യും മാർക്ക് ചെയ്യാം. AB യും മാർക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി? ആ ലൈനിൻ്റെ എലിവേഷനും കിട്ടി, പ്ലാനും കിട്ടി. ഇനി ട്രൂ ലെങ്ത്ത് കാണണ്ടേ? എങ്ങനെ ട്രൂ ലെങ്ത്ത് കാണുക? ട്രൂ ലെങ്ത്ത് കാണാൻ ഈ ലൈൻ ഇപ്പോൾ A ഡാഷ് B ഡാഷ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തും ഒരു ലൈന്, ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കുക. ഒരു തിന്നായിട്ടുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. ഒരു തിൻ ലൈൻ ഇതിൻ്റെ അടിഭാഗത്ത് വരയ്ക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലോക്കസ് വരയ്ക്കുക. ലോക്കസ് വരയ്ക്കാൻ അറിയാമല്ലോ, സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നത് പോലെ ലോക്കസ് ലൈൻ. ഇത് മുകൾ ഭാഗത്തുള്ള ലോക്കസ് ആണ്, അതുകൊണ്ട് അത് M ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ താഴെ ഭാഗത്തും ലൈനിൻ്റെ അടിഭാഗത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ലൈനിൻ്റെ മുകൾ ഭാഗത്തുള്ള ഹൊറിസോണ്ടൽ ലൈൻ ലോക്കസ് ലൈനായിട്ട് വരയ്ക്കുക. വരച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ട്രൂ ലെങ്ത്ത് കാണണം. ട്രൂ ലെങ്ത്ത് കാണാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള A ഡാഷ് B ഡാഷ് എലിവേഷനാണ് കേട്ടോ, യഥാർത്ഥത്തിലുള്ള ലൈനിൻ്റെ എലിവേഷൻ. AB എന്നുള്ളത് യഥാർത്ഥ ലൈനിൻ്റെ പ്ലാന്. അപ്പോൾ എലിവേഷനും കിട്ടി, പ്ലാനും കിട്ടി. ഇനി നമുക്ക് ട്രൂ ലെങ്ത്ത് കാണണം. ട്രൂ ലെങ്ത്ത്
എവിടെയാണോ നമുക്ക് ട്രൂ ലെങ്ത്ത് കാണേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് തുടങ്ങണം. ഇപ്പോൾ ഞാൻ മുകൾ ഭാഗത്താണ് ട്രൂ ലെങ്ത്ത് ആദ്യം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് തുടങ്ങണം. താഴെ നിന്ന് എങ്ങനെ തുടങ്ങുക? നമുക്ക് ട്രൂ ലെങ്ത്ത് ആണ് കിട്ടേണ്ടത്. അപ്പോൾ താഴെ ഭാഗത്തു നിന്ന് ഞാൻ ഈ ലൈൻ ഒന്ന് കുറച്ച് നീളം കൂട്ടിക്കോട്ടെ. കോമ്പസ് എടുത്തിട്ട് എ ബി എന്നുള്ള ഈ ലൈനിൻ്റെ എ എന്നുള്ള ഭാഗത്ത് കോമ്പസിൻ്റെ നീഡിലും ബി എന്നുള്ള ഭാഗത്ത് പെൻസിലും വെച്ച് ഒരു ആർക്ക് വരയ്ക്കണം. പക്ഷേ ആർക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ലൈനിൻ്റെ അടിയിൽ നിന്ന് പോകുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇതാ അതുവരെ ആർക്ക് എത്താവൂ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വരെ എത്തി ആർക്ക്. ഇനി നേരെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസിൽ പോയി എവിടെയാണ് അത് മുട്ടുന്നത് നോക്കുക. അപ്പോൾ ഈ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലെ ലോക്കസിലേക്ക് ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതൊക്കെ തിൻ ലൈനാണ്. അവിടെ പോയി മുട്ടി. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ? ആ പോയിൻ്റിലേക്ക് ഈ എ ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് ട്രൂ ലെങ്ത്ത്. എത്ര സിമ്പിളാണ് നോക്കിയേ. അപ്പോൾ ട്രൂ ലെങ്ത്ത് വരച്ചു. നമുക്ക് ആ ട്രൂ ലെങ്ത്തിനെ വേണമെങ്കിൽ ഇവിടെ B1 എന്നോ മറ്റോ കൊടുക്കാം. ഇനി താഴെ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് കിട്ടണമെങ്കിൽ അപ്പം മേലത്തെ ആ ഒരു എലിവേഷനിൽ നിന്ന് തുടങ്ങണം. മേലത്തെ എലിവേഷനിൽ നിന്ന് ആദ്യം ആർക്ക് വരയ്ക്കുക. ആർക്ക് വരയ്ക്കുമ്പോൾ ഏതുവരെ വരയ്ക്കും? ഇതാ ഇവിടെ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഈ ഒരു പെൻസിൽ ഇതിൻ്റെ എൻഡിൽ വെച്ചു. എന്നിട്ട് ആർക്ക് വരയ്ക്കുമ്പോൾ ആ ലൈനിൻ്റെ അടിയിൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ വരെ ഇതുവരെ എത്തുള്ളൂ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നേരെ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് എവിടെ വരെ എത്തണം? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ ലോക്കസിൽ വരെ എത്തണം. അത് തിൻ ലൈനാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ എത്തി. ഇനി ഈ പോയിൻറ്റിലേക്ക് നമുക്കിവിടുന്ന് എ എന്നുള്ള പോയിൻറ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ പോയിൻറ്റിലേക്ക് ഒരു തിക്ക് ലൈൻ വരയ്ക്കാം. അതാണ് ഇവിടെയുള്ള ട്രൂ ലെങ്ത്ത്. അപ്പോൾ ഇതിനെ നമുക്ക് B1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഭാഗത്തും 2 ലൈന് വന്നു, മുകൾ ഭാഗത്തും 2 ലൈൻ വന്നു. താഴെ ഭാഗത്തുള്ള 2 ലൈനുകളിൽ ചെറിയ ലൈൻ ഏതാണ്? അത് പ്ലാൻ ആണ്. വലിയ ലൈനോ? അത് ട്രൂ ലെങ്ത്താണ്. മുകൾ ഭാഗത്തുള്ള 2 ലൈനുകളിൽ ചെറിയ ലൈന് എലിവേഷൻ, താഴെയുള്ളത് ട്രൂ ലെങ്ത്ത്. ട്രൂ ലെങ്ത്ത് മുകളിൽ അളന്നാലും താഴെ അളന്നാലും ഒരേ ഡിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ഇവിടെ നിങ്ങൾ അളന്നാൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ അളവ് തന്നെ ആയിരിക്കണം ഇവിടെ അളന്നാലും കിട്ടുന്നത്. മാറ്റം ഉണ്ടാവരുത്. രണ്ടും ഒരേ അളവായിരിക്കണം. തെറ്റാണ്ട് വരച്ചു കഴിഞ്ഞാൽ രണ്ടിനും നിങ്ങൾക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടിയ ട്രൂ ലെങ്ത്ത് അളന്ന് നോക്കുക. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ 88.5 89 എന്നൊക്കെ പറയാം. നമുക്ക് ഏകദേശം 89 ആണ് ട്രൂ ലെങ്ത്ത്. അത് തന്നെ ആയിരിക്കണം ഇവിടെയും. മാറ്റം ഉണ്ടാവരുത്. അതെ, സെയിം ആണ്. അപ്പോൾ ട്രൂ ലെങ്ത്ത് എത്ര കിട്ടി? ട്രൂ ലെങ്ത്ത് നമുക്ക് കിട്ടിയത് 89 ആണ്. അത് താഴെ എടുത്തെഴുതുമ്പോൾ അത് നിങ്ങൾക്ക് പേന കൊണ്ട് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ട്രൂ ലെങ്ത്ത് 89 mm. യൂണിറ്റൊക്കെ എഴുതണേ. ഇനി ട്രൂ ഇൻക്ലിനേഷൻ കാണാൻ പറഞ്ഞു. എന്താണ് ഈ ട്രൂ ഇൻക്ലിനേഷൻ? ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്ത് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ. ഇപ്പോൾ മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് ഇതല്ലേ, ട്രൂ ലെങ്ത്തിൻ്റെ ലൈൻ. അതിവിടെ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ അതിനെ തീറ്റ എന്ന് വിളിക്കും. ആ ട്രൂ ലെങ്ത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ അതാണ് തീറ്റ. താഴെ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷനെ ഫൈ എന്ന് വിളിക്കും. അപ്പോൾ ട്രൂ ഇൻക്ലിനേഷൻസ് എന്ന് പറയുമ്പോൾ അത് തീറ്റയും ഫൈയും ആണ്. അപ്പോൾ തീറ്റയും ഫൈയും നമ്മൾ എടുത്തെഴുതണം. എത്രയാണ് കിട്ടുക നോക്കൂ. നിങ്ങൾ അളന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എടുത്തെഴുതുക. ചെറിയ വ്യത്യാസങ്ങൾ പ്രശ്നമില്ല. എനിക്കിവിടെ തീറ്റ കിട്ടിയിരിക്കുന്നത് 30 ആണ്. ഉണ്ടോ, 30യിലാണ് ഇത് പോകുന്നത്. അപ്പോൾ തീറ്റ 30, തീറ്റ = 30 ഡിഗ്രി. ഫൈ എന്നുള്ളത് താഴെ ഭാഗത്തുള്ള ഈ ആംഗിളാണ്, അത് 20. ഫൈ എന്നുള്ളത് 20 ഡിഗ്രി. അപ്പോൾ തീറ്റയും ഫൈയും കിട്ടി. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് ട്രേസസാണ് കാണാൻ പറഞ്ഞത്. ട്രേസ് കാണാൻ പല കുട്ടികൾക്കും പ്രയാസം തോന്നുന്നൊരു കാര്യമാണ്. ട്രേസ് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രേസ് കാണാൻ എന്ത് ചെയ്യാന്നറിയോ? ട്രേസ് കാണാൻ ഇപ്പോൾ A', B' എന്നുള്ള ലൈൻ ഉണ്ടല്ലോ, എലിവേഷൻ. ആ എലിവേഷനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് A', B'. എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഏതുവരെ? XY ആക്സിസിൽ അത് മുട്ടുന്നത് വരെ. അത് തിൻ ലൈനാണ്.
അപ്പോൾ ഇവിടെയാണ് XY ആക്സിസിൽ അത് മുട്ടിയത്. ഈ എലിവേഷനാണ്, ട്രൂ ലെങ്ത് അല്ല കേട്ടോ. നമ്മൾ ട്രേസ് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ ട്രൂ ലെങ്ത് ഉപയോഗിക്കരുത്, തെറ്റിപ്പോവും. ട്രൂ ലെങ്ത് അല്ല വേണ്ടത്, ഈ എലിവേഷനാണ് വേണ്ടത്. സോ എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് ഇവിടെ വന്ന് മുട്ടി. അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ ഒരു പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി പ്ലാനിനെ ഇപ്പോൾ വരച്ച പെർപെൻഡിക്കുലറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതല്ലേ പ്ലാന്? ഈ പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അതാണ് നമുക്ക് ട്രേസ് ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു A', B' എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ പോയിന്റിനെ H' എന്ന് പറയും. ഇപ്പോൾ കിട്ടിയ പ്ലാൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പെർപെൻഡിക്കുലറിൽ വന്ന് മുട്ടിയ ഈ പോയിന്റിനെ HT എന്ന് പറയും. അതാണ് ഹൊറിസോണ്ടൽ ട്രേസ്, HT. ഇതേപോലെ ഇനി വെർട്ടിക്കൽ ട്രേസ് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ പ്ലാനിനെ XY ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ പെർപെൻഡിക്കുലർ വരെയല്ലേ, അത് കുറച്ചും കൂടെ നീട്ടിയാൽ മതി. നേരെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് XY ആക്സിൽ കൊണ്ടുപോയി മുട്ടിക്കുക. സോ ഇവിടെ അതാണ് V. ഇപ്പോൾ കിട്ടിയ പോയിൻ്റാണ് V. ആ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. എപ്പോഴും XY ആക്സിൽ മുട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കലാണ്. സോ ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനിയോ നേരത്തെ എന്താ ചെയ്ത്? പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളതിനെ ഇതിലേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. അപ്പോൾ ഇനി എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ പെർപെൻഡിക്കുലറിലേക്ക് എത്തിക്കണം. സോ എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. എലിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് മുട്ടുന്ന സ്ഥലത്ത്, അതാണ് VT, വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസുമായി വെർട്ടിക്കൽ ട്രേസുമായി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങളായി. ഇനി നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ ഒന്നും കുറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെയൊക്കെ ഡയമെൻഷനിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. ഡയമെൻഷനിങ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ ഇതിനകത്ത് കാണണം. ഇപ്പോൾ നോക്കൂ, A എന്നുള്ള പോയിൻ്റ് 16 എബോവ് HP എന്ന് പറഞ്ഞു. അപ്പോൾ 16 എബോവ് HP എന്നുള്ളത് ഇതിനകത്ത് കാണണം. നിങ്ങൾക്ക് എവിടെയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എവിടെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. മാർക്ക് ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടാവാത്ത രൂപത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അകത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നാൽ പിന്നെ വേറെ എങ്ങോട്ടും അത് തടസ്സമില്ലല്ലോ. അപ്പോൾ ഈ പോയിൻ്റ് A' എന്നുള്ള പോയിൻ്റ് എത്രയായിരുന്നു? 16. ഡയമെൻഷനിങ് ഒക്കെ നിങ്ങൾ പഠിക്കണേ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. സോ 16 mm എഴുതണ്ട കേട്ടോ, 16 എന്ന് മാത്രം എഴുതിയാൽ മതി. 20 ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ ദിസ് ഇസ് 20 mm എന്ന് എഴുതണ്ട, 20 എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ B' എന്നുള്ള പോയിൻറ്റും B എന്നുള്ള പോയിൻറ്റും എവിടെ എടുത്ത് എത്ര അകലത്തിലാണ് അതിവിടെ കാണിക്കാം. മുകൾ ഭാഗത്തേക്ക് എത്രയായിരുന്നു? 60 എബോവ് HP. സോ ദിസ് ഇസ് 60. താഴെ ഭാഗത്തേക്ക് 50. അപ്പോൾ ഇത്രയും തന്നു. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്റ്റേഴ്സ് തന്നില്ലേ, അതും കാണിക്കണം. രണ്ട് എൻ പ്രൊജക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള അകലം ഏതാ? രണ്ട് എൻ പ്രൊജക്റ്റേഴ്സ് ഈ എലിവേഷൻ്റെയും പ്ലാനിൻ്റെയും രണ്ട് എൻഡുകളാണ് കേട്ടോ, അത് മാറിപ്പോയരുത്. എലിവേഷൻ്റെയും പ്ലാനിൻ്റെയും രണ്ട് എൻഡുകൾ. സോ ഈ അകലമാണ് 70. സോ ദിസ് ഇസ് 70. ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡയമെൻഷനും MM-ലാണ് എന്ന് ഇവിടെ എഴുതി വെക്കണം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM. എല്ലാ ഡയമെൻഷനും മില്ലിമീറ്ററിലാണ്. അല്ലാണ്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി 60 mm, 50 mm, 70 mm അങ്ങനെ എഴുതി പോകണ്ട. അപ്പോൾ ആകെ വൃത്തികേടാവും. അപ്പോൾ ഈ രൂപത്തിൽ വരയ്ക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഈ XY ആക്സിൻ്റെ മുകൾ ഭാഗത്ത് 2 ലൈനാണ് തിക്ക് ലൈനായിട്ട് കാണുന്നത്, താഴെ ഭാഗത്ത് 2 ലൈനാണ് തിക്ക് ലൈനായിട്ട് കാണുന്നത്. അപ്പോൾ ടോട്ടൽ 4 ലൈൻസേ തിക്ക് ലൈന് വരുള്ളൂ. ബാക്കി എല്ലാ ലൈൻസും തിൻ ലൈൻ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കിട്ടിയ ആംഗിൾ 30ഉം 20ഉം കിട്ടിയില്ലേ, അത് വേണമെങ്കിൽ ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് താഴെ കണ്ടുപിടിക്കാൻ പറഞ്ഞതായതുകൊണ്ട് താഴെ നിങ്ങൾക്കത് എടുത്തെഴുതാം. ട്രൂ ലെങ്ത്തും തീറ്റയും ഫൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് മൂന്നും ആൻസറായിട്ട് നിങ്ങൾക്ക് എടുത്തെഴുതാം. ഇനി ഈ ട്രേസ് കാണുന്ന കാര്യം ഓർക്കാനുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? A', B' എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ H' കിട്ടി. XY ആക്സിൽ മുട്ടിയ സ്ഥലത്ത് ആ H' പെർപെൻഡിക്കുലർ വരച്ചു, അതിലേക്ക് ABയെ എക്സ്റ്റെൻഡ് ചെയ്തു, HT കിട്ടി. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. A', B' എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ H' കിട്ടി. ആ H' പെർപെൻഡിക്കുലർ വരച്ചു, അതിലേക്ക് AB എക്സ്റ്റെൻഡ് ചെയ്തു.
അവിടെ എന്ത് കിട്ടി? എച്ച് ടി കിട്ടി. ഇതേപോലെ എങ്ങനെയാണ് വി ടി കിട്ടിയത് എന്ന് പറഞ്ഞു നോക്കൂ. ഏതിനെ എക്സ്റ്റെൻഡ് ചെയ്തത്? എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്തു. എ ബി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എക്സ് വൈ ആക്സിൽ മുട്ടുന്ന സ്ഥലത്ത് വി എന്ന് മാർക്ക് ചെയ്തു. സോ എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്തു, അത് എക്സ് വൈ ആക്സിൽ മുട്ടുന്ന സ്ഥലത്ത് വി എന്ന് മാർക്ക് ചെയ്തു, അതിലൂടെ പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലറിലേക്ക് ഏതിനെ എക്സ്റ്റെൻഡ് ചെയ്തു? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? വി ടി കിട്ടി. സോ എക്സ്റ്റെൻഡ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ നമുക്ക് എച്ച് ഡാഷ് കിട്ടും എക്സ് വൈ ആക്സിസിൽ. അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, ആ പെർപെൻഡിക്കുലറിലേക്ക് എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുക, എച്ച് ടി കിട്ടും. ഇനി എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് എ ബി. എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? എക്സ് വൈ ആക്സിലേക്ക്. അപ്പോൾ അവിടെ വി കിട്ടും. ആ വിയിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, ആ പെർപെൻഡിക്കുലറിലേക്ക് എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്താൽ വി ടി കിട്ടും. ഈ രൂപത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു 1-2 നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും പഠിക്കേണ്ടി വരില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരും. എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യണം, അത് എക്സ് വൈ ആക്സിൽ നിന്ന് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ എച്ച് ഡാഷ് കിട്ടും. ആ എച്ച് ഡാഷിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കണം, ആ പെർപെൻഡിക്കുലറിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലെ ലൈൻ, അതിൻ്റെ പ്ലാനാണല്ലോ വരിക, അതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, അപ്പോൾ അവിടെ എച്ച് ടി കിട്ടും. ഇതേപോലെ എ ബി എക്സ്റ്റെൻഡ് ചെയ്താൽ എക്സ് വൈ ആക്സിൽ പോയി മുട്ടും, അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കണം ആ വിയിലൂടെ, ആ പെർപെൻഡിക്കുലറിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ട്രൂ ലെങ്ത് എടുക്കരുത്. എലിവേഷനും പ്ലാനുമാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ട്രൂ ലെങ്ത് തൽക്കാലം മറന്നേക്കുക ട്രേസ് എടുക്കുന്ന സമയത്ത്. ചില കുട്ടികളൊക്കെ ട്രൂ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യും, അത് തെറ്റാണ്. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോബ്ലമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.